അത് ഡൈവേർജൻസ് എന്ന് പറഞ്ഞാൽ അകലേക്ക് പോവുക എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ആ കാര്യം ആദ്യം മനസ്സിലാക്കിയിരിക്കുക. മെയിനായിട്ടും 1960 ജെറാൾഡ് അപ്പീൽ ആണ് ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗ് സ്ട്രാറ്റജി മൂവിംഗ് ആവറേജ് കൺവെർജൻസ് ഡൈവർജൻസ് കൊണ്ട് മെയിനായിട്ടും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ കമ്പാരിസൺ ഓഫ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എക്സ്പോണൻഷ്യൽ ഈ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് EMA അനുസരിച്ചാണ് അതിന് അനാലിസിസ് ചെയ്തേക്കുന്നത്. Proponents of MACD indicator methodology argue it can be used to identify trend changes. Okay, trend change ആവും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും മെയിനായിട്ട് ക്രിപ്റ്റോയില്. ആൻഡ് ഇൻഡൈസസ് ദാറ്റ് therefore can inform trading decisions. Okay, പ്രോപ്പർ ആയിട്ട് നമുക്ക് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കാനായിട്ട് ഇത് MACD സഹായിക്കും. മെയിനായിട്ടും എങ്ങനെയാണ് MACD മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദ സ്റ്റാൻഡേർഡ് മെത്തേഡ് ടു യൂസ് 12 and 26 days. ആദ്യത്തേൽ നമ്മൾ എത്രയാണ് യൂസ് ചെയ്തിട്ടുണ്ടാകുന്നത് 24. അപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് 12 and 26 ഡേ പീരീഡ് ആണ്. എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് EMA നമ്മൾ എടുക്കും 12 ദിവസത്തെ അല്ലെങ്കിൽ 26 ദിവസത്തെ മൂവിംഗ് ആവറേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും കമ്പയർ ടു റീസെന്റ് പ്രൈസസ്. ഓക്കെ, MACD is calculated through EMA 12 minus EMA 26. Exponential moving average 12നെ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് 26 ആയിട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ MACD കിട്ടും. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓൾറെഡി സിസ്റ്റം ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ ഷോ ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മളനുസരിച്ച് ബിഹേവ് ചെയ്താൽ മതി. ഓക്കെ, a subsequent smoothing is applied by calculating and plotting in a signal line. This is done by taking a further exponential moving average of the MACD line. A signal line അത് ഷോ ചെയ്യും. The standard is used to 9 period EMA. Okay, 9 period EMA ആണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Therefore, signal line is equal to EMA of MACD. അത് എന്താണ് സിഗ്നൽ ലൈൻ എന്താണ് ഇതെന്ന് നമുക്ക് പിന്നെ കാണിച്ചു തരാം. പിന്നീട് ഈ റെഡ് ലൈൻ എഴുതിയേക്കുന്നത് മാത്രം വായിക്കുക. ദ ലോവർ പോർഷൻ ഷോസ് ദ MACD ലൈൻ ആൻഡ് സിഗ്നൽ ലൈൻ ഈസ് റെഡ് ലൈൻ ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഈ ഷോയിങ് ഇൻ ദി ഹിസ്റ്റോഗ്രാം. നമുക്ക് ഇവിടെ നിന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ റെഡ് ലൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റെഡ് ലൈൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ആദ്യം വായിച്ചപ്പോ റെഡ് ലൈൻ എഴുതിയിട്ടുണ്ട്. ദ ലോവർ പോർഷൻ ഷോസ് ദ MACD ലൈൻ ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ ഇതിനകത്ത് ഒരു വയലറ്റ് ആയിട്ടാണ് ഷോ ചെയ്യുന്നത്. സെയിം തന്നെ അനദർ വൺ ഈസ് സിഗ്നൽ ലൈൻ റെഡ് കളർ ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദം ഹിസ്റ്റോഗ്രാം. അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഹിസ്റ്റോഗ്രാം ആയിട്ട് ഇവിടെ ഷോ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത് ഹിസ്റ്റോഗ്രാം ഷോ ചെയ്തിരിക്കുന്നത് ഇത് ഈ കാണുന്നത് ഗ്രീനും റെഡും ആയിട്ട് ഷോ ചെയ്തിരിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവിടെ ശ്രദ്ധിക്കാം, ഞാൻ പറയുന്നിടത്ത് ശ്രദ്ധിക്കാം. ഇഫ് ദ MACD ലൈൻ ക്രോസ് ഓവർ ബിലോ ദി സിഗ്നൽ ലൈൻ. ഓക്കെ, MACD ലൈൻ ക്രോസ് ഓവർ ചെയ്യുന്ന ബിലോയിൽ താഴ്ത്തുനിന്നാണ് ക്രോസ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, ദർ ഇസ് ചാൻസ് ഫോർ ദ ബുള്ളി സിഗ്നൽ. പർപ്പിൾ കളറിൽ കാണുന്നു അല്ലെങ്കിൽ ബ്ലൂ കളറിൽ കാണുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇത് ചേഞ്ച് ആയിട്ട് വരുന്നത് പർപ്പിൾ. ഈ കളറിൽ കാണുന്നത് ഈ MACD ലൈൻ ക്രോസ് ഓവർ ചെയ്ത് താഴത്തുനിന്ന് ക്രോസ് ഓവർ ചെയ്യുകയാണ്. ഏത് ലൈൻ്റെ? സിഗ്നൽ ലൈൻ്റെ. ഓക്കെ, അത് ചാൻസ് ഫോർ ദ ബുള്ളി സിഗ്നൽ. ക്രോസ് ഓവർ ചെയ്യുന്ന താഴത്തുനിന്നാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺവേർജൻസ്. ഓക്കെ, കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ബുള്ളിഷ് സിഗ്നൽ ആണ്. ഓക്കെ, താഴത്തുനിന്ന് കൺവേർജ് ചെയ്യുന്നു. ഓക്കെ, താഴത്തുനിന്ന് അത് ക്രോസ് ഓവർ ചെയ്യുന്നു. ഇതിന് രണ്ടിനിടയ്ക്ക് ഇവിടെ കണ്ട ഈ ഞാനിവിടെ കർസർ വെച്ചേക്കുന്ന ഈ പാർട്ടിൽ നോക്കുക. ഇതൊരു ബുള്ളിഷ് സിഗ്നലിന്റെ മുകളിലേക്ക് കയറി പോവാണ്. കാണുന്നുണ്ടോ? അപ്പൊ അവിടെ ഒരു ക്രോസ് ഓവർ നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിമുട്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ടാവണം, ഒരു ക്രോസ് ഓവർ നടക്കുകയാണ്. അപ്പൊ മുകളിലേക്ക് കയറി പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നീട് ശ്രദ്ധിക്കുക, ഇവിടെ MACD ലൈൻ വിൽ ബി ക്രോസ് ഓവർ above from the signal line. There is chance for the bearish signal. ഈ ഞാൻ കർസർ വെച്ചേക്കുന്നോട് ശ്രദ്ധിക്കുക, ഇവിടെ ബിയറിഷ് സിഗ്നൽ ആണ്. ഓക്കെ, ബിയറിഷ് ക്യാൻഡിൽ വന്നു. ഓക്കെ, MACD ലൈൻ ക്രോസ് ഓവർ ചെയ്തു. ഓക്കെ, അത് താഴത്തേക്ക് പോന്നു. ഓക്കെ, താഴത്തേക്ക് ഇവിടെ വന്നു. ഓക്കെ, പിന്നെ ഇപ്പം MACD ലൈൻ ഈസ് ക്രോസ് ഓവർ അപ്പിലേക്ക് ക്രോസ് ഓവർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഈ ഭാഗത്ത് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് ചില സമയങ്ങളിൽ നമ്മളെ പറ്റിക്കും. ഓക്കെ, ചില സമയങ്ങളിൽ പറ്റിക്കും. ഇവിടെ ക്രോസ് ഓവർ വന്നു. ഇവിടെ ക്രോസ് ഓവർ വന്നിട്ട് എങ്ങോട്ടാ പോകേണ്ടത്? ശരിക്കും താഴത്തേക്കല്ലേ പോകേണ്ടത്. ഓവറായിട്ട് താഴത്തേക്ക് പോയില്ല. 26 ഡേയ്സിന്റെ മൂവിംഗ് ആവറേജ് ആണ്
അത് 9 ഡേയ്സ് അനുസരിച്ചുള്ള എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് വെച്ച് അനാലിസിസ് നടത്തുന്നത്. ഇതിന്റെ അനാലിസിസ് നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടുന്ന് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ മുകളിലത്തെ ഭാഗമാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. മുകളിൽ ചില സമയത്ത് ഇവിടെ താഴത്തേക്ക് വരാനായിട്ട് നോക്കും, പക്ഷെ ചില സമയത്ത് താഴത്തേക്ക് വരില്ല. ബുള്ളിഷ് ആണെങ്കിൽ ചിലപ്പോൾ നേരെ തന്നെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, ചില സമയത്ത് ഇത് ഇവിടെ കണ്ടോ, ഈ ഭാഗത്ത് ബുള്ളിഷ് തന്നെ സിഗ്നൽ ആണ്. അപ്പം ഇങ്ങനെ തന്നെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ഓർക്കും ഇവിടെ ക്രോസ് ഓവർ നടത്തിയൊന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ക്രോസ് ഓവർ നടത്തിയില്ലെങ്കിൽ ഈ ഭാഗത്ത് ഇവിടെ ക്രോസ് ഓവർ നടത്തി, പക്ഷേ ഈ മുകളിൽ നിന്ന് ക്രോസ് ഓവർ നടത്തി, പക്ഷെ എന്നാലും അവിടെ തന്നെ നിൽക്കുകയാണ് ഈ ഭാഗം വരെ, ഇവിടം വരെ താഴത്തേക്ക് വന്നില്ല. എന്നിട്ട് പിന്നീടാണ് കുറച്ച് കഴിയുമ്പോൾ താഴത്തേക്ക് വരുന്നത്. ചില സമയത്ത് നമുക്ക് അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ ഇത് കണ്ടോ, ഇപ്പം ഇൻഡിക്കേറ്റർ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ബുള്ളിഷ് സിഗ്നൽ തന്നെയാണ്. ഓക്കെ, ഇവിടെ ക്രോസ് ഓവർ ഇതുവരെ വന്നിട്ടില്ല. 1 അവർ ക്യാൻഡിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. 4 അവറിന്റെ ക്യാൻഡിൽ ആണെങ്കിലും നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഈ ക്യാൻഡിൽ ഇത് താഴത്തേക്ക് വന്നാലാണ് നമുക്ക് ഡൗൺ ട്രെൻഡിലേക്ക് ഉള്ളത്. അപ്പം ബുള്ളിഷ് തന്നെയാണ്. മാഗ്ഡിനൊന്നും അന്ധമായിട്ട് വിശ്വസിക്കുന്നുണ്ടാണ്. വിശ്വസിക്കാൻ പറ്റിയ ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോളിഞ്ചർ ബാൻഡ് ആണ്. RSI ഇത് മൂന്നും കൂടി ഇട്ട് അനാലിസിസ് ചെയ്തെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. Subscribe now.